സെവൻത് സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ വിവേചനത്തിന് എതിരെ ആഫ്രിക്കൻ വർഷം. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന വർഷമാണ് 1960. 17 ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഈ വർഷത്തിന് ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിലും വളരെ പ്രാധാന്യമുണ്ട്. പാസ് നിയമങ്ങൾക്കെതിരെ ഷാർപ്പ് വിൽ എന്ന സ്ഥലത്ത് സമരം ചെയ്ത ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തതും ദക്ഷിണാഫ്രിക്കൻ ഗവൺമെന്റിനെതിരായ സായുധ കലാപം ആരംഭിച്ചതും 1960-ലാണ്. ആഫ്രിക്കൻ വർഷം എന്നറിയപ്പെടുന്നത് 1960. റോബൻ ദ്വീപ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അൻഡമാൻ ദ്വീപിലെ സെല്ലുലാർ ജയിലിനുള്ള പ്രാധാന്യമാണ് ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിൽ റോബൻ ദ്വീപിനും ഉള്ളത്. അറസ്റ്റിലാകുന്ന ആഫ്രിക്കൻ ജനനേതാക്കളെ നാടുകടത്താൻ ഉപയോഗിച്ചിരുന്ന ദ്വീപാണിത്. 18 വർഷം നെൽസൺ മണ്ടേല തടവിൽ കഴിഞ്ഞത് ഇവിടെയാണ്. നെൽസൺ മണ്ടേല 1918 ജൂലൈ 18 ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കീ പ്രവിശ്യയിലെ തെമ്പു രാജകുടുംബത്തിലാണ് നെൽസൺ മണ്ടേല ജനിച്ചത്. രോലിഹ്ലാൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പിതാവ് മാഡിബ വംശത്തിൻ്റെ തലവനായിരുന്ന ഗാഡ്ല ഹെൻറി മണ്ടേല, മാതാവ് നോസ്കെനി ഫാനിയുമാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ ഗോത്ര പാരമ്പര്യം, സംസ്കാരം എന്നിവയിൽ പഠനം നടത്തുകയും പിന്നീട് അഭിഭാഷക ബിരുദം നേടുകയും ചെയ്തു. കോളനിവൽക്കരണത്തിൽ നിന്നും വർണ്ണവിവേചനത്തിൽ നിന്നും തദ്ദേശീയ ജനതയെ മോചിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ട നെൽസൺ മണ്ടേല തൻ്റെ നാടിൻ്റെയും ജനങ്ങളുടെയും വിമോചനത്തിനായി അക്ഷീണം പ്രയത്നിച്ചു. നെൽസൺ മണ്ടേല യുവജനങ്ങളെ അണിനിരത്തി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് എന്ന യുവജന സംഘടന രൂപീകരിക്കുകയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വമെടുക്കുകയും ചെയ്തു. വാൾട്ടർ സിസിലു, ഒലിവർ താംബോ, ഡെസ്മണ്ട് ടുട്ടു എന്നിവരായിരുന്നു മണ്ടേലയോടൊപ്പം പ്രവർത്തിച്ച മറ്റ് നേതാക്കൾ. കൂടുതൽ SCRT വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.